भाई के ट्रांसलेशन करने के लिए थे, लेकिन मैं अभी मलयालम में ट्रांसलेट कर रहा हूँ. कोई भी गलती हो गया तो माफ कीजिएगा. ओके. കർത്താവിന്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. प्रभु का धन्यवाद आज के सुंदर दिन के लिए. കർത്താവിന് സകല മഹത്വം കൊടുത്തുകൊണ്ട് ഞാൻ കർത്താവിനെ നിൽക്കുന്നു. कितने लोग आनंदित हैं? എത്ര പേര് സന്തോഷിക്കുന്നു? आनंदित हैं, लेकिन हमारे चेहरों से हम आनंदित हैं. നമ്മൾ സന്തോഷത്തിലാണെന്ന് നമ്മുടെ മുഖം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. मेरे ख्याल से काफी लोगों ने आज फास्ट रखा है, तो इस कारण तो नहीं. നമ്മളെ പലരും ഫാസ്റ്റിംഗ് ലൈവായിരിക്കും നമ്മുടെ മുഖം ഇച്ചിരി വാടിയിരിക്കുന്നത്. हालेलुया. हालेलुया. प्रभु का वचन कहता है हमारे जो फास्ट रखने से या कई चीजों से हमारे चेहरे पे ना नजर आए. വചനം ഇങ്ങനെ പറയുന്നു, നമ്മൾ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ മുഖത്ത് അത് കാണുവാൻ പാടില്ല. हालेलुया. हालेलुया. आइए हम प्रार्थना. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. धन्यवाद देते प्रभु. കർത്താവിനെ സ്തുതി. आज के सुंदर वचन के ഇത് നല്ല വചനത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. प्रभु जो भी वचन खुदावंद तेरी ओर से होता ഏത് വചനം നിന്റെ സമീപം കടന്നു വരുന്നു, प्रभु से हम ग्रहण करें അത് ഞങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമാക്കി തീർക്കണമേ. और उसी के अनुसार हमारा जीवन चलने അത് वाला. മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ എന്ന് हम പ്രാർത്ഥിക്കുന്നു. इधर उधर की बातों पे या इधर उधर के कार्यों पे मन ना लगाने वाले, ഞങ്ങൾ അവിടെ ഇവിടുത്തെ കാര്യങ്ങളിൽ മനസ്സ് കൊടുക്കാതെ, ना इस पृथ्वी की चीजों के ऊपर मन लगाने वाले. ഞങ്ങൾ ഈ ലോകത്തിലുള്ളതിനെ മനസ്സ് കൊടുക്കാതെ, पिता जो रास्ता खुदावंद तूने दिखाया ഏത് ജീവിതം ഞങ്ങൾക്ക് നീ നയിച്ച് തന്നു, उसी पे हम चलने वाले बने. ആ പാതയിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. प्रार्थना को प्रभु यीशु मसीह के नाम में. പ്രാർത്ഥന കേട്ടനായി കർത്താവിനോ സ്തോത്രം. കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. आज का जो वचन है, ഇന്നത്തെ ഈ വചനം मैं योना नबी के बारे में कौन कौन जानता है? योना नबी യോന പ്രവാചകന്റെ वहां पे യോനയെ കുറിച്ച് ആർക്കൊക്കെ അറിയാം? योना की पुस्तक आप निकाल सकते हैं. योना नबी യോനയുടെ പുസ്തകം നമുക്ക് എടുക്കാം. योना नबी का तीसरा भाग, थर्ड चैप्टर. മൂന്നാമത്തെ അധ്യായം. वहां पे एक उपवास के बारे में ठहराया हुआ है. അത് ഒരു ഉപവാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. वहां पे जो उपवास ठहराया हुआ है वो पूरे वहां के लोगों ने रखा है. അവിടെ ഉപവാസം പ്രഖ്യാപിച്ചിരിക്കുന്ന ആ ഏരിയയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. वहां पे योना को जब परमेश्वर ने भेजा, അവിടെ ദൈവം യോനയെ അയച്ചത് उस जगह के विषय में नाश करने के लिए प्रभु ने ठान ली थी. ആ ദേശത്തെ നശിപ്പിക്കാനായിട്ട് ദൈവം ഒരുങ്ങിയിരിക്കുകയാണ്. योना को वहां पे इसलिए भेजा ताकि वो इस वचन को ग्रहण कर ले. യോനയ്ക്ക് അയച്ചതിന്റെ കാരണം ഈ വചനം അവന്റെ ജീവിതത്തിലെ അവനെ സ്വീകരിക്കട്ടെ. और ऐसा ही हुआ. അങ്ങനെ തന്നെ അവൻ നടന്നു. लेकिन जो योना था, जो परमेश्वर का दास योना था, യോന ദൈവത്തിന്റെ ദാസനായിരുന്നു. वो परमेश्वर के बारे में जानता था. ദൈവത്തെ കുറിച്ച് നല്ല അറിവുണ്ടായിരുന്നു. क्योंकि परमेश्वर क्या है? दया करने वाला है. ദൈവം ദയാലുവായ ദൈവമാണ്. वो कृपा करता है. ദൈവം കൃപ ചെയ്യുന്നവനാണ്. वो मनुष्य को भूखा नहीं रहने देता. ദൈവം മനുഷ്യരെ പട്ടിണിയിടുന്ന ദൈവമല്ല. और जब मनुष्य के ऊपर दुख आता है तो वो भी उदास होता है. മനുഷ്യന്റെ മുൻപിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ പ്രയാസപ്പെടുന്നതാണ്. इसी कारण जब योना ने जाके वहां पे समाचार दिया, योना ने जाके वहां पे യോന ആ ദേശത്ത് വചനം പ്രഖ്യാപിച്ചു. तब उन लोगों ने उस वचन को ग्रहण किया. അവിടുത്തെ ജനങ്ങൾ ആ വചനം സ്വീകരിച്ചു. और मन फिराया. എന്നാൽ അവിടെ അവരുടെ ജീവിതത്തിലെ മാനസാന്തരപ്പെട്ടു. हालेलुया. ഹല്ലേലൂയ. वहां पे ऐसा हुआ, അവിടെ ഇങ്ങനെ നടന്നു. एक जनानी, दो जनानी, ഒരാളല്ല, രണ്ടാളല്ല, पूरी की पूरे वहां पे जो शहर था, पूरे के पूरे जो कस्बा था, सबने फास्ट किया. അവിടുന്ന് ഒരാളല്ല, ഒരു സ്ഥലമല്ല, എല്ലാവരും ഉപവാസത്തോടെ ഇരുന്നു. उसमें
बच्चे भी आ गए, അതിനകത്തില് ആമീൻ പിള്ളേരും വന്നു, बड़े भी आ गए, വലിയവരും വന്നു, जवान भी आ गए, ആമീൻ യൗവനക്കാർ വന്നു, यहाँ तक के जानवर भी आ गए। അതിനകത്തില് മൃഗങ്ങളും വന്നു. सबके सब लोगों ने जब उपवास रखा, എല്ലാവരും ഉപവാസത്തോടായിരുന്നപ്പോൾ तब राजा ने भी ये बात सुनी कि ऐसा ऐसा एक भविष्यवक्ता आया और उसने वचन कहा है और इसके अनुसार हमारी जो जगह है वो नाश होने वाली है। ആമീൻ രാജാവിനും മനസ്സിലായി, ആമീൻ ആമീൻ പ്രവാചകൻ വന്നു, ഈ ദേശം നാശത്തിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു, ദൈവം കോപിച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാര്യം ഇവരും രാജാവിനും അറിയാം. पढ़ देंगे मेरे साथ तभी पता चलेगा। ആമീൻ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാകും. कोई भी एक हिंदी में और मलयालम में पढ़ सकते हैं। योना उसका तीसरा भाग उसकी पहली आयत से लेके 10 आयत तक है, आप पढ़ सकते हैं। യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ടു യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 ദിവസത്തെ വഴിയുള്ള മഹത്തായ ഒരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 ദിവസത്തെ വഴി ചെന്നു. ഇനി 40 ദിവസം കഴിഞ്ഞാൽ നിനവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാളെ അവൻ സിംഹാസനത്തിൽ എഴുന്നേറ്റു, രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപുതച്ച് വെണ്ണീരിലിരുന്നു. അവൻ നിനവയിലെങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയതെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവത്, മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തരും താൻ തന്റെ ദുർമാർഗവും തന്റെ കൈക്കുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം. ദൈവം വീണ്ടും അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രഹവും വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? അവൻ ദുർമാർഗം വിട്ടുതിരിഞ്ഞെന്ന് ദൈവം അവിടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെ കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. हिंदी में भी एक पढ़ते हैं। तब यहोवा ने यह वचन दूसरी बार योना के पास पहुंचा, उठकर उसे बड़ी नगर निनवे को जा और जो बात मैं तुझसे कहूँगा उसका उस पर प्रचार कर। तब योना यहोवा के वचन को सुनकर निनवे को गया। निनवे एक बहुत बड़ा नगर था, वो 3 दिन की यात्रा का था। योना का नगर ने प्रवेश करके 1 दिन की यात्रा पूरी की और यह प्रचार करता गया। अब वे 40 दिन के बिताने पे निनवे उलट दिया जाएगा। तब निनवे के पुरुष ने परमेश्वर के वचन की की और उपवास का प्रचार किया और बड़े से लेकर छोटे तक सब को ठाठोड़ा। तब ये समाचार निनवे के राजा के कान में पहुंचा और उसने सिंहासन पर उठ और अपनी राजकीय वस्त्र उतारकर ठाठ ओढ़ लिया और रात पर बैठ गया। राजा ने प्रधानों की समिति लेकर निनवे के इस आज्ञा को ढिंढोरा पिटवाया, क्या मनुष्य, क्या गाय बैल, क्या भेड़ बकरी या अन्य पशु कोई कुछ भी ना खाए और वे ना खाए और ना पानी पिए। मनुष्य और पशु दोनों ठाठ ओढ़े। वे परमेश्वर की दुहाई चिल्ला चिल्ला कर दे, अपने कुकर्म से फिरे। उस उपद्रव से वे करते थे, पश्चाताप करे। संभव है परमेश्वर दया करे और अपनी इच्छा बदल दे और उसकी भड़का हुआ कोप शांत हो जाए और हमें नष्ट होने से बच जाए। जब परमेश्वर ने उनके कामों को देखा कि वो कुकर्म से फिर रहे, तब परमेश्वर ने अपनी इच्छा बदल दी और उसकी जान जो हानि करने की ठानी थी उसको ना किया। खुदा उनके पाक कलाम के पढ़े जाने और सुने जाने का आशीष हो। यहाँ पे हमने देख लिया जो वाक्य यहाँ पे बीता है, ഈ നമ്മൾ ഈ വായിച്ച കേട്ട ഇതിനകത്തിലെ വാക്യങ്ങൾ ശ്രദ്ധിച്ചു കാണും. यहाँ पे क्लियर बताया गया है उन लोगों ने फास्ट किया, നമുക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇതിനകത്തിൽ അവർ ഉപവസിച്ചെന്നുള്ളത്. जो उपवास वहाँ के लोगों ने किया, राजा ने किया, जानवरों ने किया, तमाम वहाँ के नगर के वासियों ने किया। അവിടുത്തെ എല്ലാവരും തന്നെ ആമീൻ രാജാവും അവരുടെ പ്രജകളും എല്ലാവരും ആമീൻ ഉപവാസത്തോടെ നിന്നു. उनका मन ये था कि शायद हो सकता है परमेश्वर हमारी प्रार्थना को सुन ले। ആമീൻ അവരുടെ
അവർക്കറിയാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ആമീൻ നമ്മളോട് കരുണ കാണിക്കുമെന്ന്. क्यों? लेकिन ऐसा ही हुआ, जैसा उन्होंने सोचा वैसा हुआ. എങ്ങനെ അവർ ചിന്തിച്ചു അത് തന്നെ അവരുടെ ജീവിതത്തിൽ ആമീൻ ആയിത്തീർന്നു. जब परमेश्वर से हम अपने पूरे हृदय से प्रार्थना करते हैं, നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ഹൃദയംഗമായി ആമീൻ പ്രാർത്ഥന ചെയ്യും, परमेश्वर सुनता है. ദൈവം അത് കേൾക്കും. लेकिन कई बार क्या होता है, हम हृदय को परमेश्वर से हटा के अपने शरीर को परमेश्वर के आगे बिठाते हैं. പലപ്പോഴും നമ്മൾ ഹൃദയം ഒന്ന് മാറ്റിവെച്ച് ശരീരം കൊണ്ട് പലപ്പോഴും ദൈവത്തിലേക്ക് കടന്നു ചെല്ലാറുണ്ട്. उससे क्या होता है, हृदय तो परमेश्वर से दूर है, सिर्फ शरीर हमारा प्रेजेंट है. ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് ദൂരെയാണ്, എന്നാൽ ശരീരം ദൈവത്തിലേക്ക് കടന്നു ചെല്ലുന്നു. लेकिन परमेश्वर का वचन कहता है, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, अपने तन से और मन से दोनों से परमेश्वर की आराधना करें. നമ്മുടെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആമീൻ ദൈവത്തിലേക്ക് കടന്നു ചെല്ലാം, ആരാധിക്കണം. क्योंकि परमेश्वर को आपके शरीर से कोई लाभ नहीं है. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തിന് വലിയ ലാഭമില്ല. आपका मन जो है अगर परमेश्वर की ओर लगा हुआ है तो शरीर अपने आप ही आएगा. ആമീൻ നമ്മുടെ ആത്മാവിനാണ് ദൈവത്തോടെ ആമീൻ ഹല്ലേലൂയ യോജിപ്പ്. അതുകൊണ്ട് ആമീൻ ആത്മാവ് കടന്നുന്ന ശരീരം ആമീൻ സ്വാഭാവികമായി ദൈവത്തിലേക്ക് കടന്നു ചെല്ലും. खुदावंद का कलाम कहता है, अपने मन की रक्षा कर. ആമീൻ ഹല്ലേലൂയ. സ്വന്തം വചനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ ഹൃദയം മനസ്സ് തന്നെ സൂക്ഷിക്കുക. क्योंकि सबसे ज्यादा धोखा देने वाला है. ആമീൻ അതാണ് നമ്മളെ ചതിക്കുന്നത്. मन सबसे ज्यादा धोखा देता है. നമ്മുടെ മനസ്സാണ് ഏറ്റവും നമ്മളെ ചതിക്കുന്നത്. इसीलिए मन को काबू करना है. അതുകൊണ്ട് മനസ്സിനെ നമ്മൾക്ക് ആമീൻ കൺട്രോൾ ചെയ്തേ പറ്റൂ. जब हम मन को कंट्रोल कर लेते हैं तो सब चीजें अपने आप ही फिर होती है. നമ്മുടെ മനസ്സിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്താൽ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. अभी भी इस समय कलीसिया में सब बैठे हैं, ഇന്ന് നമ്മൾ എല്ലാവരും ദൈവത്തിലായിരിക്കുന്നു. लेकिन लोगों के मन दूसरी चीजों में गए. लेकिन നമ്മുടെ മനസ്സ് വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. किसी घर में होगा या बच्चों में होगा या कोई जॉब में होगा या अलग अलग कार्यों में मन अभी भी दिमाग उस साइड की तरफ है. ഇപ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും നമ്മുടെ മനസ്സ് പലയിടത്തും ചുറ്റി നടക്കുകയാണ്. क्यों ऐसा होता है? എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? मेरे साथ एक और वचन पढ़ देंगे. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം. मत्ती की पुस्तक മത്തായിയുടെ സുവിശേഷം उसका 6वां भाग 6-ാമത്തെ അധ്യായം और 16. 16 വാക്യം. जब तुम उपवास करो तो कपटियों के समान करे, तुम्हारा मुंह पर उदासी न छाए रहे, क्योंकि वे अपना मुंह बनाए रहते हैं ताकि लोग उन्हें उपवासी जाने. मैं तुमसे सच कहता हूँ कि वे अपना प्रतिफल पा चुके. परंतु जब तू उपवास करे तो अपना सिर पर तेल मल और मुंह धो, ताकि लोग नहीं परंतु तेरा पिता जो गुप्त में है तुझे उपवासी जाने. इस दशा में तेरा पिता जो गुप्त में देखता है तुझे प्रतिफल देगा. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരനെ പോലെ വാടി മുഖം കാണിക്കരുത്. അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി നീ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. पुराने नियम में क्या था, अगर जब उपवास होता था तो डंडोरा पीटते थे या अपने वस्त्र फाड़ते थे या अलग अलग कार्य करते थे. പഴയ നിയമത്തില് നമ്മൾ ഉപവാസം വായിക്കുമ്പോൾ അവിടെ പല പ്രകടനം മൂലം നമ്മള് കാണിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലര് വസ്ത്രം കീറും, ചിലര് നമ്മുടെ മണ്ണിനകത്ത് ഉരുളും, ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. लेकिन नए नियम में पूरी तरह से अपोजिट हो गया. പുതിയ നിയമത്തിൽ അത് പൂർണ്ണമായും മാറി നിൽക്കുന്നു. प्रभु यीशु मसीह कहते हैं, जब तू उपवास रखे तो हमारा उपवास रखना नए नियम के अनुसार कैसा होना चाहिए. ആമേൻ. യേശു എങ്ങനെയാണ് ഉപവസിക്കേണ്ട കാര്യങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. पुराने नियम में कई समय का काफी लोग जो अभी भी कई ऐसे उपवास रखते हैं, लोग पुराने समय के अनुसार चलते हैं. ആമേൻ. ഇന്നും ഒത്തിരി ആൾക്കാര് പഴയ നിയമപ്രകാരമുള്ള ഉപവാസമാണ് അവരുടെ ജീവിതത്തിൽ കൊണ്ടിരുന്നത്. पुराने समय में क्या होता था,
लोग उन्हें जानते थे कि ये उपवासी है। ആമീൻ പഴയ നിയമത്തിൽ നമുക്ക് മനസ്സിലാകാം ഈ ആൾക്കാർ ഉപവസിക്കുന്നുണ്ടെന്ന്. क्यों? क्योंकि उनके फेस चेहरे से पता चलता था। അത് അവരുടെ അവരുടെ പ്രകടനം മൂലം നമുക്കത് അറിയാൻ പറ്റും ഉപവസിക്കുന്നുണ്ടെന്ന്. लेकिन प्रभु का वचन क्या कहता है नए नियम में? പുതിയ നിയമത്തിൽ എന്താണ് വചനം പറയുന്നത്? तुम्हारा चेहरा फ्रेश दिखे, उदासी ना दिखे। നമ്മുടെ മുഖം വാടിയതായിട്ട് കാണിക്കരുത്. क्योंकि अगर हम मनुष्यों को दिखाने के लिए कर रहे हैं, നമ്മൾ മനുഷ്യരെ കാണിക്കുവാനായിട്ട് നമ്മൾ ഉപവാസിക്കുകയാണെങ്കിൽ परमेश्वर पिता से कोई प्रतिफल नहीं मिलेगा। ദൈവത്തിൽ നിന്ന് നമുക്ക് ഒന്നും പ്രാപിക്കുവാൻ സാധിക്കില്ല. अगर परमेश्वर से चाहते हैं പിതാവിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ तो परमेश्वर की नजर में उपवास होना चाहिए, ദൈവപ്രകാരമുള്ള ഉപവാസം ആവശ്യമാണ്. मनुष्य के नजर में नहीं। മനുഷ്യരുടെ പോലുള്ള ഉപവാസം ദൈവത്തിന് ഇഷ്ടമല്ല. उपवास कई चीजों का होता है। ഉപവാസം പല തരത്തിലുണ്ട്. उपवास क्या है कि आप बुराइयों का उपवास कर सकते हैं। आमीन। ഉപവാസം നമ്മുടെ നമ്മളെ തെറ്റിലേക്ക് നയിക്കാതിരിക്കുവാൻ നമുക്ക് ഉപവസിക്കാം. अगर आप बुराई करते हैं तो उसे छोड़ सकते हैं। നമുക്ക് അതിൽ നിന്ന് മാറി നിന്നാൽ അതൊരു ഉപവാസമാണ്. अगर आमीन। गुस्सा करते हैं तो वो एक उपवास है। നമ്മള് ദേഷ്യമുണ്ടെങ്കിൽ അത് ദേഷ്യത്തിൽ നിന്ന് മാറിയത് അതൊരു ഉപവാസമാണ്. अब से मैं गुस्सा नहीं करूंगा। ഇന്നോട്ട് ഞാൻ ഈ ദേഷ്യം എന്നിൽ വരത്തില്ല. तो ऐसे बहुत से उपवास हैं जिन चीजों को आप छोड़ सकते हैं। അത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റിവെക്കാൻ സാധിക്കും. इस नए वर्ष में जो आ रहा है, ഈ പുതിയ വർഷം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് आपने इन चीजों के एक लिस्ट बना लेनी है आमीन ഈ आमीन കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. कि प्रभु मैं इस वर्ष में आने वाले 2025 में Yes, Jesus. 2025 मैं बीती वाली चीजें जो मेरे जीवन में थी, ഈ എന്റെ ജീവിതത്തിൽ നടന്ന സംഭവം जो परमेश्वर से मुझे दूर करती थी, ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്തിയ സംഭവങ്ങള് उन चीजों के साथ मैं नए वर्ष में प्रवेश नहीं करूंगा। ഞാൻ ആ പഴയ സാധനം കൊണ്ട് ഞാൻ 2025 കടക്കത്തില്ല. हालेलुया। हालेलुया। अगर ऐसा होगा ഇങ്ങനെ അത് സംഭവിച്ചാൽ तो डेफिनेटली അത് തീർച്ചയായി 2025 में 2025 हम परमेश्वर के साथ साथ चलें। आमीन ആമേൻ. आमीन। Yes, ദൈവത്തിന്റെ കൂടെ നമുക്ക് Lord. നടക്കുവാൻ Hallelujah. സാധിക്കും. Jesus. ഹല്ലേലൂയ. क्या ऐसा संभव है? Hallelujah. അത് സംഭവിക്കുമോ? Yes, hallelujah. कितने लोग हैं? Amen. Amen. കരങ്ങൾ Hallelujah. सब Yes. चीजें संभव है। एल्ला ऐसा नहीं है संभव। कि संभव नहीं हो सकता। എല്ലാം സാധിക്കും. बाइबल में एक व्यक्ति था हनोक। ബൈബിളിൽ ഒരാളുണ്ടായിരുന്ന ഹനോക്ക്. Amen. खुदा उनका कलाम कहता है कि वो परमेश्वर के साथ साथ चलता था। ദൈവത്തിന്റെ കൂടെ നടന്ന മനുഷ്യനാണ് Yes, ഹനോക്ക്. Lord. वो जब चल सकता है तो हम भी चल सकते हैं। Amen. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടക്കാൻ സാധിച്ചെങ്കിൽ നമുക്കും തീർച്ചയായും നടക്കാൻ वो भी പറ്റും. पृथ्वी पे ही पैदा हुआ था। Hallelujah. അവൻ ഈ ഭൂമി തന്നെയാണ് ജനിച്ചത്. Amen. कोई Amen. अलग कैरेक्टर नहीं था, വേറെ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് മാറ്റം एक അവനില്ല. साधारण मनुष्य ही था, ഒരു സാധാരണക്കാരൻ മനുഷ്യൻ, हमारे जैसे ही था। നമ്മളെ പോലെ തന്നെ മനുഷ്യൻ. Hallelujah. हम भी खुदावन के साथ चल Yes, सकते നമുക്കും Lord. ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ Amen. സാധിക്കും. Amen. हैं। अपने जीवन की पुरानी बीती बातों को Yes, छोड़े। Jesus. നമ്മുടെ പഴയ സ്വഭാവങ്ങളെ മാറ്റിയിട്ട് Yes, Lord. Yes, Lord. क्या सब तैयार हैं? നമുക്കെല്ലാം ഒരുങ്ങിയിരിക്കുന്നുണ്ടോ? हालेलुया। Yes, നിങ്ങൾ Lord. ഒരുക്കമുള്ളവരാണോ? इस वर्ष के 2 दिन बाकी हैं। ഈ വർഷത്തിന്റെ 2 ദിവസം മാത്രം इस ശേഷിച്ചിരിക്കെ 2 दिन में आपने बीती बातों की लिस्ट बना के ഈ 2 ദിവസം കൊണ്ട് നമുക്ക് ഒരു വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. हालेलुया। हालेलुया। मैं समाप्त कर रहा हूँ, मैं आगे का समय फर्स्ट देता हूँ। दोबारा मौका मिलेगा तो इस प्रचार में और ज्यादा आगे Amen. ഞാൻ Amen. എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.